പലപ്പോഴും ഈ കോച്ചിങ്ങൾ പ്രധാനമായിട്ട് രണ്ട് സിറ്റികളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഡൽഹിയിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഡൽഹിയിലൊരു സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അവിടെ ജീവൻ മരണ പോരാട്ടമായിട്ടാണ് അവിടുത്തെ കുട്ടികൾ അതിനെ കാണാറുള്ളത്. 24/7 പഠിക്കും. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒരു കുറച്ചും കൂടി ഒരു 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 കൈൻഡ് ഓഫ് നമുക്ക് സ്ട്രെസ് റിലീഫൊക്കെ ഉള്ള രൂപത്തിലാണ് അവിടുത്തെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെയുള്ള കൂട്ടുകാർ എന്നെ സഹായിക്കണം. അപ്പോൾ അവർ 3 മാസത്തോളം ഇരുന്ന് പഠിച്ച സിവിൽ സർവീസിലെ പല പാഠങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് നമ്മളൊരു പെട്ടെന്നൊരു പരാജയം ഏറ്റെടുത്ത് വീണ്ടും നമ്മൾ ആ പുസ്തകങ്ങൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമ്മൾ ചില ബുക്കുകൾ തുറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇനി ഒരിക്കലും ഈ പുസ്തകം ഇനി തുറക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ച് നമ്മൾ മടക്കി വെച്ച പല പുസ്തകങ്ങളും ഉണ്ടായിരിക്കും. അത് തുറക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഫീലിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുസ്തകം തുറക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ കൂട്ടുകാരെന്ത് ചെയ്യും, അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് തരും. അപ്പോൾ ഞാനതിങ്ങനെ കേട്ടു. അങ്ങനെ എക്സാം സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് എക്സാം എഴുതി രണ്ടാമത്തെ എക്സാം എഴുതി. പക്ഷേ എനിക്ക് തോന്നിയില്ല അത് എനിക്കൊരു നോർമൽ പേപ്പറായിട്ടാണ് തോന്നിയത്. എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഏറ്റവും ടഫസ്റ്റ് പേപ്പറായിരുന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എടുത്ത് നോക്കുക. 75 മാർക്കാണ് കട്ട് ഓഫ് എന്നുള്ളത്. 75 മാർക്ക് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 200-ൽ 75 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എറൗണ്ട് ഒരു 38 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ 13 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതിൽ 38 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 12,80,000 സംതിങ് ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ടഫായിട്ടുള്ള പേപ്പറായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പുറത്തിറങ്ങിയതിന് ശേഷം. മേ ബി ഞാൻ ആ എക്സാം റിസൾട്ട് വന്നതിൻ്റെ ഷോക്കിൽ നിന്നതുകൊണ്ടായിരിക്കും ഇത് ഇത്ര ടഫാണെന്ന് എനിക്ക് മനസ്സിലാവാതിരുന്നത്. എനിക്ക് അത് നന്നായി, എനിക്ക് മനസ്സിലാവാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മളെ കോൺഫിഡൻസിനെ ബാധിച്ചേനെ. എക്സാം പാസ്സായി വീണ്ടും മെയിൻസ് എഴുതി. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 2 ക്യാരക്ടറാണുള്ളത്. ഡൽഹിക്കും തിരുവനന്തപുരത്തിനും 2 ക്യാരക്ടറാണുള്ളത്. അപ്പോൾ അവിടെ എനിക്കൊരു വലിയൊരു സൗഹൃദ വല ഉണ്ടായി. വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സൗഹൃദ വല ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ള ഗുരുക്കന്മാർ പറയാറുണ്ട്, നിങ്ങളെപ്പോഴും ഒരു 5 പേരുടെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ആവറേജ് ആണെന്ന് പറയാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ആവറേജാണ് വരിക. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് എന്നേക്കാളും കഴിവുള്ളവരായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവരിൽ നിന്നാണ് പലപ്പോഴും ഇങ്ങനെ ലേൺ ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പം അതിൽ അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, 1 ഹവർ ഗ്രൂപ്പ് എന്നാണ് പറയാം. 1.5 ഹവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1.5 മണിക്കൂർ എല്ലാ ദിവസവും ആൻസർ ചെയ്തു. മെയിൻസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ആൻസർ ചെയ്യുന്ന രൂപത്തിലാണ് ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇൻപുട്ട് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ട്രൈ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന വേറൊരു കൂട്ടുകാരനായിരുന്നു അസീം. അവൻ എനിക്ക് ഓപ്ഷണലിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് ഞാൻ മെയിൻസ് എക്സാം എഴുതി. മെയിൻസ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 പരീക്ഷയാണ് ഉണ്ടാവുക. നമ്മൾ ഒരു 1.5 ആഴ്ച നീളുന്ന ഒരു 9 പരീക്ഷകൾ ഉണ്ടാവും. 2 ഹവർ വെച്ചിട്ടുള്ള 9 പരീക്ഷ ഉണ്ടായിരിക്കും. ആ 9 പരീക്ഷ നമ്മൾ എഴുത്തിലൂടെയാണ്, നമ്മൾ സബ്ജക്റ്റീവാണത്. അപ്പം ആൻസർ ചെയ്ത് അങ്ങനെ അവസാനത്തെ പരീക്ഷയായിരുന്നു ഓപ്ഷണൽ എക്സാം. ഓപ്ഷണൽ എക്സാം ഒന്നാമത്തെ എക്സാം കഴിയുമ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് ചെയ്ത കാര്യം. അപ്പോൾ അത് ഒന്നാമത്തെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം എൻ്റെ അന്ന് കൂടെ ഉണ്ടായിരുന്ന അനൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അനൂപ് പറഞ്ഞ് കുഴപ്പമില്ലടാ, നമുക്ക് രണ്ടാമത്തിൽ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും റൂമിലേക്ക് പോയി. ഞാൻ എല്ലാ എക്സാം, അപ്പം രാവിലെയും ഉച്ചക്കും എക്സാം ഉണ്ടാകും. ഒരു ദിവസം എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെയും ഉച്ചക്കും എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ എക്സാം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. ഞാൻ ഒരുപാട് നേരം ഷവറിൻ്റെ ചോട്ടിൽ ഞാൻ കുളിച്ചു. ഞാൻ വീണ്ടും ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്, വീണ്ടും ഫ്രഷായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഷവറിൻ്റെ ചോട്ടിൽ ഒന്നും റിവൈസൊന്നും ചെയ്തില്ല. ഒരുപാട് നേരം ഷവറിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഞാനിങ്ങനെ എന്നെ തന്നെ കൂടുതൽ ഫ്രഷ് ആക്കി എടുത്തു. അങ്ങനെ രണ്ടാമത്തെ എക്സാം പോയിട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻസോട് കൂടി, ഭയങ്കര ആവശ്യത്തോട്, ഭയങ്കര വാശിയോട് കൂടിയിട്ടാണ് ഓപ്ഷണൽ എക്സാം രണ്ടാമത് എഴുതുന്നത്. അങ്ങനെ 2 എക്സാം എഴുതിയതിന് ശേഷം ഞാൻ വന്നു. എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇൻ്റർവ്യൂ പാസ്സായി.